പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രബോസും ജ്യോതിയും കൂടി നിധിയെയും ഗൗതമിനെയും അവരുടെ വേലക്കാരാക്കുകയാണ്. എന്നിട്ട് നിധിയോട് പറയുകയാണ്, നല്ല തലവേദനയുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ചായ കൊണ്ടു തായോ എന്ന് പറയട്ടോ. ജ്യോതി ആ സമയത്ത് ചന്ദ്രബോസും പറയാണ്, എനിക്ക് കൂടി എടുത്തോളൂ എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രബോസ് പറയാണ്, ഇവിടുത്തെ വേലക്കാരിയുടെ അടുത്ത് ചായ ഉണ്ടാക്കി കൊണ്ടു തരണ്ട, നീയാണ് ഞങ്ങളുടെ വേലക്കാരി, അതുകൊണ്ട് നീ തന്നെ ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി കൊണ്ടു തരണം എന്ന് പറഞ്ഞ് നിധിയെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ നിധി ഹാളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഗൗതം ഉണ്ടാവും. അപ്പോൾ ഗൗതം നിധിയുടെ കയ്യിലുള്ള ഡ്രസ്സും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ, ഇതെന്താ നിധി ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ റൂമിലല്ലേ ഇപ്പോൾ ചന്ദ്രബോസും ഭാര്യ ജ്യോതിയും ഉള്ളത്, അവർ പറഞ്ഞു ഇതെല്ലാം തന്നെ എടുത്തുകൊണ്ട് പോവാൻ, അതുകൊണ്ടാണ് അവരെ ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഗൗതം ദേഷ്യപ്പെട്ട് അവരുടെ അടുത്തേക്ക് പോവാൻ നിൽക്കാണ്ട്. അപ്പോൾ നിധി പറയാണ്, എടുത്തു ചാടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഗൗതം, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇപ്പോൾ നമുക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമുള്ളൂ, എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്നും ആ ആധാരം തിരിച്ചു വാങ്ങണം, അതിനിപ്പോൾ താഴ്ന്നു കൊടുത്തേ മതിയാവൂ എന്ന് പറയുമ്പോൾ ഗൗതം പറയാൻ, നിനക്ക് ഇങ്ങനെയൊന്നുമില്ലല്ലോ, തെറ്റ് കണ്ടാൽ നീ അപ്പോൾ പ്രതികരിക്കുന്നതല്ലേ, പിന്നെ എന്താ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ ചെയ്ത തെറ്റിന് ഒരിക്കലും അച്ഛനും അമ്മയും ബുദ്ധിമുട്ടരുത്, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, അവർക്ക് ഈ വീട് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീട് തിരിച്ചു പിടിക്കണം, എന്നിട്ട് അമ്മയ്ക്കും അച്ഛനും ഈ വീട് വീണ്ടെടുത്ത് കൊടുക്കണം എന്ന് പറയാണ്. രണ്ടാമത്തെ എൻ്റെ ആഗ്രഹം, ഗൗതം എവിടെയും തോറ്റു പോവരുത്, ഗൗതം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഒന്നാമതായി ജയിക്കുക തന്നെ വേണം, അല്ലാതെ പുറം ലോകം ഒരിക്കലും ഗൗതം തളർന്നു പോയി എന്ന് അറിയരുത്, ഗൗതം തളർന്നു പോയി എന്ന് അറിഞ്ഞാൽ അത് ഗൗതമിൻ്റെ ബിസിനസ്സിനെ തന്നെ ബാധിക്കും, അതുകൊണ്ട് അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, ഗൗതമിൻ്റെ വീട് പണയത്തിലാണെന്ന് അറിഞ്ഞാൽ ഗൗതമിൻ്റെ ബിസിനസ് തകർന്നു പോവും, അത് ഒരിക്കലും സംഭവിച്ചുകൂടാ, ഗൗതം എപ്പോഴും ജയിച്ചു കാണണം, അതാണ് എൻ്റെ ആഗ്രഹം, അതിനു വേണ്ടി ചില സമയത്ത് നമുക്ക് താഴ്ന്നു കൊടുത്തേ മതിയാവൂ എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ, അതിന് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ കുറച്ച് കൂടുതലാണ്, അവരുടെ കാല് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല, അവരെ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ ഞാൻ അടിച്ചു പുറത്താക്കും എന്ന് പറയും. ഇത് പറയാണ്, ഒന്ന് ക്ഷമിക്കുക ഗൗതം, ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുക, ആദ്യം ഈ ഡ്രസ്സുകളെല്ലാം തന്നെ നമ്മുടെ പുതിയ റൂമിൽ കൊണ്ടുപോയി വെക്കുക എന്ന് പറയട്ടോ. അപ്പോൾ ഗൗതം പറയും, ഇല്ല എന്നെ കൊണ്ട് കഴിയില്ല, എന്താ ഗൗതം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് ഗൗതമിനെ സമ്മതിപ്പിക്കുകയാണ് കേട്ടോ. ഈ സമയം ജ്യോതി പറയുകയാണ്, എന്താണ് ഇവൾ ചായ കൊണ്ടുവരാത്തത്, തലവേദനിച്ചിട്ട് വയ്യ എന്ന് പറയാണ്. ഇവൾ എന്താ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഒന്നും തിരിച്ചു പറയുന്നില്ലല്ലോ എന്ന് ചന്ദ്രബോസിനോട് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയണ, അങ്ങനത്തെ ഒരു അടിയാണ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്, ഇനി ഒരക്ഷരം പോലും അവൾ എതിർത്ത് പറയുകയില്ല, നമ്മൾ പറയുന്നതെല്ലാം തന്നെ അവൾ അനുസരിക്കുകയും ചെയ്യും, പക്ഷേ എപ്പോഴും നിധിയെ ഒന്ന് സൂക്ഷിക്കണം, അവൾ അപകടകാരിയാണ്, അവൾ നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ജ്യോതി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഗൗതമും നിധിയും കൂടി സംസാരിക്കുന്നത് കാണാണ്. അപ്പോൾ ജ്യോതി ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുകയാണ്, എന്താണ് നിധി, നിന്നോട് കുറേ നേരമായല്ലോ ഞാൻ ചായ കൊണ്ടുവരാൻ പറയുന്നു, എനിക്ക് തലവേദനിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നിധി ദാ കൊണ്ടുവരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ ഗൗതം, എന്തിന് ചായ ഉണ്ടാക്കി കൊടുക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഗൗതം ഒന്ന് മിണ്ടാതിരിക്കുക, ഇതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറയണം. അപ്പോഴത്തേക്കും ശിവാനി എവിടേക്ക് വരികയാണ്, എന്താണ് ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കുറേ നേരമായി എനിക്ക് ചായ ചോദിച്ചിട്ട് നിധിയോട്, എനിക്ക് ഇതുവരെ കൊണ്ടു തന്നിട്ടില്ല, എനിക്ക് വല്ലാത്തൊരു തലവേദനയുമുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ശിവാനി ഒച്ചയെടുത്ത് അങ്ങ് പറയുകയാണ് നിധിയോട്, നിന്നോടല്ലേ പറഞ്ഞത് ചായ കൊണ്ടുവരാൻ, പിന്നെ എന്താ നിനക്കത് ഉണ്ടാക്കി കൊടുക്കുക ഇത്ര താമസം, എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുക എന്ന് ജ്യോതിയെക്കുറിച്ച് ശിവാനി പറയട്ടോ. എന്നിട്ട് ശിവാനി പറയണേ, എന്ത് വേണമെങ്കിലും നിധിയോട് ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞോളൂ കേട്ടോ, നോൺ വെജോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിധിയോട് ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞോളൂ, നല്ല ടേസ്റ്റാണ് നിധി ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ, നല്ല സ്വാദാണ്, നല്ല രുചിയാണ് എന്നൊക്കെ പറഞ്ഞ് നിധിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ശിവാനി ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് നിധിക്ക് മനസ്സിലാവുന്നുണ്ട് ശിവാനി എനിക്കിട്ട് പണിയുകയാണെന്നുള്ളത്. അങ്ങനെ ശിവാനി പറയണ, നിധിയുടെ ചായ അതൊരു സൂപ്പർ ചായ തന്നെയാണ്, നല്ല ടേസ്റ്റാണ് നിധി ഉണ്ടാക്കിയ ചായ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശിവാനി ഓരോ കാര്യങ്ങൾ പറയാം കേട്ടോ. അങ്ങനെ നിധി നീ പെട്ടെന്ന് പോയിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയണം. അങ്ങനെ ഗൗതമിൻ്റെ കയ്യിലേക്ക് ഈ ഫോട്ടോയും ഡ്രസ്സും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിധി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോവുകയാണ്. അങ്ങനെ ജ്യോതി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം റൂമിലേക്ക് ഡ്രസ്സ് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ശിവാനിയും നിധിയും ഹാളിൽ തനിച്ചാവുന്ന സമയത്ത് നിധി ശിവാനിക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജ്യോതിയും ചന്ദ്രബോസും ഉള്ള റൂമിലേക്ക് അർത്ഥം വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിധി നേരെ കിച്ചണിലേക്ക് പോവുകയാണ്.
നോക്കുകയാണ്. അപ്പോൾ ശിവാനി മനസ്സിൽ കരുതുകയാണ്, ഇതെന്താ നിധി പതിവില്ലാതെയാണല്ലോ ഇങ്ങനെ നോക്കുന്നത്, ഇവൾ എന്തെങ്കിലും ഒപ്പിക്കാനാണോ ഇവളെ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ശിവാനി നേരെ പുറത്തേക്ക് കിച്ചൻ്റെ ജനൽ വഴി അതുവഴി നോക്കാമെന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയം നിധി കിച്ചണിലേക്ക് ചെല്ലുന്ന സമയത്ത് നിർമ്മലയാണെങ്കിലോ പൊട്ടിക്കരയുകയാണ്. നിർമ്മല മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ മോൻ ഗൗതമിൻ്റെ കൂടെ താമസിക്കാമെന്ന് കരുതിയിട്ട് നല്ല ആഗ്രഹത്തോടു കൂടി വന്നതായിരുന്നു, അതിൽ മണ്ണിട്ടതുപോലെ ആയല്ലോ എന്നൊക്കെ ഓർത്ത് സ്വയം പൊട്ടിക്കരയുകയാണ് കേട്ടോ. അപ്പോഴാണ് നിധി അവിടേക്ക് വരുന്നത്. അപ്പോൾ നിധി ചോദിക്കുകയാണ്, എന്താണ് അമ്മ, എന്തിനാണ് അമ്മ കരയുന്നത് എന്ന് ചോദിക്കുക. ഞാൻ കരഞ്ഞതല്ല, എൻ്റെ കണ്ണിലേക്കൊരു പൊടി വീണതാണ് എന്ന് പറയുമ്പോൾ, അല്ല അമ്മ കരയുന്നത് ഞാൻ കണ്ടു, എന്തിനാണ് കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഗൗതമിനെ എല്ലാവരും ഒരുപോലെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ എൻ്റെ മോൻ എത്രമാത്രം അധികം പ്രയാസപ്പെടുന്നുണ്ട്, അവന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് കരഞ്ഞതാണ് എന്ന് പറയണേ. അപ്പോൾ നിധി പറയണേ, എല്ലാം ശരിയാവും, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും, അമ്മ ഇപ്പോൾ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. അപ്പോഴത്തേക്കും ശിവാനി കിച്ചൻ്റെ ജനൽ വഴി വന്ന് ഒളിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഇവൾ എന്താണ് ഈ കാണിക്കുന്നത്, എന്തോ ഒരു പാര വയ്ക്കുന്നുണ്ടല്ലോ, എന്താണ് ഇവൾ ചെയ്യുന്നത് എന്ന് നോക്കാം എന്നും പറഞ്ഞ് ശിവാനി അവിടെ ഒളിച്ചു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി അവിടെ നിന്ന് നോക്കുന്നതെല്ലാം തന്നെ നിധി കാണുന്നുണ്ട്. അപ്പോൾ നിധി നിർമ്മയിലോട് പറയാണ്, അമ്മ ഇപ്പോൾ അവിടെ നിന്ന് മാറിക്കേ, ഞാൻ ആ ജ്യോതിക്കും ചന്ദ്രബോസിനും ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ, അവർക്ക് ചായ വേണമത്രേ എന്ന് പറയാണ്. അതിനെന്താ മോളെ, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയും. അത് വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുമ്പോൾ, വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം, നീ അപ്പുറത്തേക്ക് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് നിർമ്മല ചായ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ നിധി ശിവാനി നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, അമ്മേ ഇപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം, ഇനിയിപ്പോൾ അവർക്ക് എൻ്റെ കൈകൊണ്ട് ചായ കിട്ടണം എന്ന് പറഞ്ഞതാണ്, ഇനി അതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട, അമ്മ അപ്പുറത്ത് പോയി വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞ് നിർമ്മലയെ അവിടെ നിന്ന് പറഞ്ഞയക്കാം കേട്ടോ. അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളെന്താ ആ വേലക്കാരിയെ പറഞ്ഞയക്കുന്നത്, വേലക്കാരിയെ ചായ ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ, ഇവൾ എന്തെങ്കിലും പണി ഒപ്പിക്കാനാണോ എന്നൊക്കെ സ്വയം മനസ്സിൽ ശിവാനി പറയാണ്. അങ്ങനെ നിധി ചായ വയ്ക്കുകയാണ് കേട്ടോ, ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു കുപ്പി എടുക്കുകയാണ്. എന്നിട്ട് ശിവാനി കേൾക്കാൻ വേണ്ടി ഉറക്കെ പറയുകയാണ്, ശിവാനിക്ക് മാത്രമല്ല ഇതുപോലെ വിഷം ചേർക്കാനൊക്കെ അറിയുക, എനിക്കും നന്നായിട്ട് തന്നെ അറിയാം, ഇത് കൊടിയ വിഷം തന്നെയാണ്, ഇത് ചായയിൽ ഇട്ട് കൊടുത്താൽ പിന്നെ 6 ദിവസത്തിനുള്ളിൽ ഇത് ചായ കുടിച്ചവരുടെ കണ്ണുകൾ തന്നെ നഷ്ടപ്പെടും, 6 ദിവസത്തിനുള്ളിൽ അവർക്ക് കാഴ്ചശക്തി ഇല്ലാതാവും, പിന്നെ കാഴ്ചയില്ലാതെ അവർ ഇനി ജീവിതകാലം മുഴുവനും ജീവിക്കേണ്ടി വരുമെന്ന് പറയട്ടോ. അതും ഉറക്കെയാണ് പറയുന്നത് ശിവാനി കേൾക്കാൻ വേണ്ടിയിട്ട്. ഒരു കുപ്പി കയ്യിലെടുത്ത് ബോട്ടിൽ ഇങ്ങനെ കാണിച്ചിട്ടാണ് ശിവാനി കാണാൻ വേണ്ടിയിട്ട് നിധി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന ശിവാനി ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ഇടി ഭയങ്കരി, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് കേട്ടോ ശിവാനി. എന്നിട്ട് ചായയിലേക്ക് നിധി ആ പൗഡർ ചേർക്കുകയാണ്. എന്നിട്ട് മിക്സ് ആക്കിയ ശേഷം അതും 2 ഗ്ലാസ്സിലേക്ക് ചായ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ശിവാനി കണ്ട ശേഷം ശിവാനി പെട്ടെന്ന് തന്നെ ഓടിപ്പോവുകയാണ്. എന്നിട്ട് നിധി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നും പറഞ്ഞിട്ടാണ് ശിവാനി പോകുന്നത് കേട്ടോ. അങ്ങനെ നിധി ചായയുമായിട്ട് ചെല്ലുകയാണ്. ഈ സമയം നിർമ്മല അവിടേക്ക് പോകുമ്പോൾ അത് വസുന്ധര കാണാൻ കേട്ടോ. എന്നിട്ട് വസുന്ധര പറയണ, എവിടേക്കാണ് ഈ പോകുന്നത്, നിനക്ക് ഇവിടെ ഒരു പണിയുണ്ട്, കണ്ടില്ലേ സോഫയൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുന്നത്, ഇതൊക്കെ ഒന്ന് തുടച്ചേ എന്ന് പറയട്ടോ. അപ്പോൾ പെട്ടെന്ന് നിർമ്മല റൂമിലേക്ക് പോവാൻ നിൽക്കുകയാണ്. എന്നെ എങ്ങാനും ചന്ദ്രബോസ് കാണുമോ എന്നുള്ള പേടിയിൽ. അപ്പോൾ നിർമ്മല അവിടെ ഇരിക്കുന്ന ഒരു തുണിയെടുത്ത് സോഫയൊക്കെ ഇങ്ങനെ തുടക്കുകയാണ്. അപ്പോഴാണ് റൂമിൽ നിന്നും ജ്യോതിയും ചന്ദ്രബോസും കൂടി ഹാളിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നിർമ്മല ആകെ പേടിക്കുകയാണ്. ഇപ്പം തന്നെ എന്നെ ഇയാൾ കാണുമല്ലോ എന്നുള്ള പേടിയിൽ തലയും താഴ്ത്തിയിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അവിടെ നിധി ചായയുമായിട്ട് വരികയാണ്. അപ്പോൾ വസുന്ധര നിർമ്മലയോട് അവിടെ നിന്ന് പോകാൻ പറയണേ. അപ്പോൾ നിർമ്മല പെട്ടെന്ന് തന്നെ പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഭാഗ്യം എന്നെ കണ്ടില്ല, രക്ഷപ്പെട്ടു എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ചായയുമായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടെ ഗൗതമൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഗൗതം ദേഷ്യപ്പെടുകയാണ്, എന്തിനാണ് നിധി ഇവരെ പോലുള്ളവർക്കൊക്കെ ഇങ്ങനെ സൽക്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇവർ 2 പേരും ഇപ്പോൾ നമ്മുടെ വീട്ടിലെ അതിഥികളാണ്, ഇവരെ സൽക്കരിക്കേണ്ടത് നമ്മളുടെ കടമയുമാണ് എന്ന് പറയുമ്പോൾ വസുന്ധര പറയുന്നത്, ശരിയാണ് നിധി പറഞ്ഞത്, നീ അത് കൊടുക്ക്, നീ ആ ചായ കൊടുക്ക് നിധി എന്ന് പറയുമ്പോൾ, അത് തന്നെയല്ലേ ഞാൻ ചെയ്യുന്നത് എന്ന് നിധി വസുന്ധരയെ കളിയാക്കി കൊണ്ട് പറയാൻ കേട്ടോ. എന്നിട്ട് പറയണേ, സോറി മാഡം, നിങ്ങൾക്ക് 2 പേർക്കും സ്പെഷ്യലായിട്ട്
ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്രയും നേരം വൈകിയത്. എന്തായാലും നിങ്ങൾ ഇതെടുത്ത് കുടിക്കുക. അങ്ങനെ ജ്യോതി ചായ എടുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതുപോലെ ചന്ദ്രബോസ് ചായ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴാണ് ശിവാനി ജ്യോതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ജ്യോതി മനസ്സിൽ ചിന്തിക്കുകയാണ്, ശിവാനി വീട്ടിലുണ്ടല്ലോ, പിന്നെ എന്തിനാവും എന്നെ ഫോൺ വിളിക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ശിവാനി ഇതെല്ലാം മുകളിൽ നിന്നുകൊണ്ട് കാണുകയാണ്. അപ്പോൾ ശിവാനി ജ്യോതിയോട് ഫോണിലൂടെ പറയുകയാണ്, ആ ചായ കുടിക്കരുത്, നിധി അതിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തിന് ജ്യോതി ഞെട്ടലോട് കൂടി സോഫയിൽ നിന്നും അങ്ങ് എണീക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്രബോസിനോട് പറയണ, വേണ്ട ആ ചായ കുടിക്കണ്ട എന്ന് പറയുമ്പോൾ പറയണേ, എന്താ മേഡം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ചായയല്ലേ, അത് കുടിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രബോസിനോട് പറയണേ, വേണ്ട അത് കുടിക്കേണ്ട, അത് അവിടെ തന്നെ വെച്ചേക്ക് എന്ന് പറഞ്ഞ് തിരിച്ചു വെപ്പിക്കുകയാണ്. എന്താ മേഡം, നീ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ആണോ, ഇപ്പോഴാണോ നിങ്ങൾക്കത് മനസ്സിലായത്, നിങ്ങൾക്ക് ഇതിൽ വിഷം ചേർത്തിട്ടുണ്ട്, ഈ ചായ കുടിച്ചാൽ 6 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും, പിന്നെ ജീവിതകാലം മുഴുവനും നിങ്ങൾ കാഴ്ചയില്ലാത്തവരായി ജീവിക്കുക തന്നെ ചെയ്യും. അത് കേട്ടപ്പോൾ ഗൗതമിന് അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഗൗതം കയ്യിലങ്ങ് അടിച്ചുകൊണ്ട് പറയുകയാണ്, ഇപ്പോഴാണ് നീ എൻ്റെ ഭാര്യയായത്, ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയട്ടോ. അപ്പോൾ ജ്യോതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് ജ്യോതിയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ വേണ്ടി ഒരുങ്ങാണ്ട്. അപ്പോഴത്തേക്കും നിധി ജ്യോതിയുടെ കൈ അങ്ങ് തടഞ്ഞിട്ട് ജ്യോതിക്കിട്ട് ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. ആ അടി കിട്ടിയതോടുകൂടി ജ്യോതി വീണ്ടും സോഫയിൽ പോയിട്ട് അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് ജ്യോതിയും ചന്ദ്രബോസും നിധിയുടെ നേരെ അങ്ങ് ദേഷ്യപ്പെട്ട് ചാടിക്കളിക്കുകയാണ്. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ, ഈ വീട് ഞങ്ങളുടെ പേരിലാണെന്നുള്ളത് നീ ഓർത്തില്ല, നിന്നെ ഞങ്ങൾ ഇന്ന് കാണിച്ചു തരാം, ഇപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ, ആണോ പോലീസിനെ വിളിക്കുകയാണോ, എങ്കിൽ പോലീസിനെ വിളിക്കുക. ചന്ദ്രബോസ്, എൻ്റെ ഭാര്യയുടെ നേരെ കൈ ഓങ്ങി, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് നിധിയുടെ അടുത്തേക്ക് അങ്ങ് അടിക്കാൻ വേണ്ടി ചെല്ലേണ്ട. അപ്പോൾ ഗൗതം അങ്ങ് തടയുകയാണ്. ഇനി ഒരടി നീ മുന്നോട്ട് വെച്ചാൽ നിന്റെ കഴുത്തിന് മേലെ തലയുണ്ടാവില്ല എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രബോസ് പറയണേ, എഗ്രിമെൻറ്റിൻ്റെ കാര്യമൊക്കെ മറന്നോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ, നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ച് ഞങ്ങളെ ചതിച്ചുകൊണ്ടാണ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്, എന്നിട്ട് ഈ വീട് സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഞാൻ നിൻ്റെ അടിമയായി നിൽക്കാമെന്നുള്ളതൊന്നും എഗ്രിമെൻറ്റിൽ തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്നോട് കളിക്കാൻ നിൽക്കണ്ട എന്ന് നിധി വീണ്ടും പറയട്ടോ. അങ്ങനെ ജ്യോതി പറയണേ, പോലീസിനെ വിളിക്കുക എന്ന് പറയണേ. അങ്ങനെ ചന്ദ്രബോസ് പോലീസിനെ വിളിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, അത്രയ്ക്ക് ആയോ നിങ്ങൾ എന്ന് പറഞ്ഞ് നിധി ആ ചായ എടുത്ത് ജ്യോതി വായയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കണം കേട്ടോ. കുടിക്ക് ഇത് കുടിക്ക്, ഈ ചായ കുടിക്ക്, നിനക്കല്ലേ തലവേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ ചായ കുടിക്ക്, ഈ ചായ കുടിച്ചാൽ നിൻ്റെ തലവേദനയും എല്ലാം തന്നെ ഇപ്പം തന്നെ മാറിക്കിട്ടും എന്ന് പറഞ്ഞ് നിധി നിർബന്ധിച്ച് ജ്യോതിയെ ചായ കുടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ജ്യോതി തനിച്ചിങ്ങനെ സംസാരിക്കുകയാണ്, എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് ആകെ അന്തം വിടുക, ഇത് എന്ത് പറ്റി ജ്യോതിക്ക്, എന്താണിത്? അപ്പോൾ ജ്യോതി പെട്ടെന്ന് സ്വപ്നം കണ്ടതായിരിക്കും കേട്ടോ. ശിവാനി ജ്യോതിയുടെ ഫോണിലേക്ക് വിളിച്ച ഉടനെ തന്നെ ജ്യോതി പെട്ടെന്ന് അത് കുടിക്കുന്നതായിട്ടും അങ്ങനെ അടി കിട്ടിയതായിട്ടുമുള്ള സ്വപ്നങ്ങൾ ഒരു നിമിഷം ജ്യോതി ആലോചിച്ചതാവും. അപ്പോൾ ജ്യോതി പെട്ടെന്ന് വെപ്രാളപ്പെടുന്നത് കണ്ട് ചന്ദ്രബോസ് ചോദിക്കാൻ, എന്ത് പറ്റി ജ്യോതി നിനക്ക് എന്ന് പറയുമ്പോൾ, ആ ചായ കുടിക്കണ്ട എന്ന് പറയണം കേട്ടോ. എന്ത് പറ്റി? അത് വേണ്ട, ചായയും വേണ്ട, കാപ്പിയും വേണ്ട, ഒന്നും വേണ്ട. അതെന്താ മേഡം അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. 6 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ഭക്ഷണം കഴിച്ചാൽ കണ്ണ് എന്ന് കേട്ടപ്പോൾ ജ്യോതി പെട്ടെന്ന്, എന്താ നീ പറഞ്ഞത്, കണ്ണ് എന്നങ്ങ് ചോദിക്കേട്ടോ. അത് പിന്നെ മേഡം, നിങ്ങൾ കണ്ണ് നിറഞ്ഞ് നിങ്ങൾക്ക് സന്തോഷം കൊണ്ട് അത്രയധികം സന്തോഷമാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് നിധി ഒരു അർത്ഥം വെച്ചതുപോലെ പറയുമ്പോൾ ജ്യോതിക്ക് അങ്ങ് പേടിയാവുകയാണ് കേട്ടോ. ശിവാനി വിളിച്ച് പറഞ്ഞത് അപ്പോൾ സത്യം തന്നെയാണ്, കണ്ണ് 6 ദിവസത്തിൻ്റെ ഉള്ളിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടും എന്നല്ലേ ശിവാനി പറഞ്ഞത്? അപ്പോൾ ഇവൾ ഇതിലെന്തോ ചേർത്തിട്ടുണ്ട്, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോഴത്തേക്കും ശിവാനി അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നിധി വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ വേണ്ടത്, അതിലെന്താണ് കലക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, കലക്കേ എന്ന് വീണ്ടും ജ്യോതി ചോദിക്കുമ്പോൾ, അല്ല എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ചേർത്തേണ്ടത് എന്ന് ചോദിച്ചതാണ്. നീ ഞങ്ങൾക്ക് ഒരു ഭക്ഷണവും ഉണ്ടാക്കി തരണ്ട, നിന്റെ കൈകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും തന്നെ വേണ്ട എന്ന് ജ്യോതി പറയാം. നിധി, അതെന്താ മേഡം അങ്ങനെ പറഞ്ഞത്, ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കിയാൽ മതി എന്നല്ലേ നേരത്തെ മേഡം പറഞ്ഞത്, ഇപ്പം എന്താ മേഡം അത് തിരുത്തി പറയുന്നത്? നീ ഞങ്ങൾക്ക് ഒന്നും തന്നെ തരണ്ട, നിന്റെ കൈകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഭക്ഷണവും വേണ്ട എന്ന് പറയുമ്പോൾ വസുന്ധര ചോദിക്കും, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ജ്യോതി, എന്ത് പറ്റി? ഒന്നുമില്ല വസുന്ധരെ, ഞങ്ങൾക്ക് ഇവളുടെ കൈകൊണ്ട് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഇനി എന്ത് ഭക്ഷണം തന്നെ ഉണ്ടാക്കി തരണം അതെല്ലാം ശിവാനി തന്നെ ഉണ്ടാക്കി തന്നാൽ മതി, ശിവാനി തന്നെ ഞങ്ങൾക്ക് എല്ലാ ഭക്ഷണവും ഇനി മുതൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ശിവാനിക്ക്
എട്ടിൻ്റെ പണി തന്നെയാണ് കേട്ടോ നിധി കൊടുത്തത്. അത് കേൾക്കുമ്പോൾ ശിവാനി ആകെ അന്തം വിടുകയാണ്. എൻ്റെ മകൾ തന്നെ ഞങ്ങൾക്ക് ഇനി ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ മതി. അവൾ കണ്ടില്ലേ എത്ര ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടൊക്കെ കാത്തു നിൽക്കുന്നത്. അങ്ങനെ വേനടി കണ്ടു പഠിക്കും നിധി എന്നൊക്കെ പറഞ്ഞ് ജ്യോതിയും ചന്ദ്രബോസും കൂടി അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ ചന്ദ്രബോസ് പോകുന്ന സമയത്ത് നിധിയുടെ കയ്യിലുള്ള ചായയിലേക്ക് തന്നെ നോക്കുകയാണ്. അപ്പോൾ ജ്യോതി പറയും, എന്താണ് ഇവിടെ നിന്ന് തിരിയുന്നത്, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ജ്യോതി ചന്ദ്രബോസിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വസുന്ധര ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിധി ശിവാനിയോട് ചോദിക്കുകയാണ്, നിനക്ക് വേണോ ചായയോ എന്ന് ചോദിക്കുക. എനിക്കൊന്നും വേണ്ട എന്ന് ശിവാനി പറയാണ്. അപ്പോൾ വസുന്ധരയോട് ചോദിക്കുകയാണ്, മേഡത്തിന് വേണോ ചായ എന്ന് പറയുമ്പോൾ എനിക്കും വേണ്ട, ചായ തന്നെ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വസുന്ധര അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നിധി പറയണേ, അപ്പോൾ ഈ ഉണ്ടാക്കിയ ചായ ഇനി വേസ്റ്റ് ആവില്ലേ ഗൗതം, എന്നാൽ നമുക്ക് കുടിക്കുകയല്ലേ. എന്നിട്ട് രണ്ടുപേരും ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ശിവാനി ആകെ അന്തം വിടുകയാണ്. ഇവൾ ഇതിൽ വിഷം ചേർത്തല്ലേ, പിന്നെ എന്താ ഇവർ രണ്ടുപേരും കുടിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ നിധി അത് കുടിക്കുന്ന സമയത്ത് ഗൗതം ചോദിക്കുകയാണ്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇതൊരു പ്രത്യേക രുചിയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് അവർ രണ്ടുപേരും സ്പെഷ്യൽ ചായയും കോഫിയും വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ കുറച്ച് കൽക്കണ്ടം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രക്ക് സ്വാദ് എന്ന് പറയുമ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ അപ്പോൾ കൽക്കണ്ടമാണോ ചേർത്തത്, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ, എനിക്കിട്ട് പണി ഞാൻ തന്നെ കൊടുത്തല്ലോ, ഇനിയിപ്പോൾ എല്ലാ ഭക്ഷണവും ഞാൻ വേണ്ടേ ഉണ്ടാക്കി കൊടുക്കാൻ ആ ജ്യോതിക്കും ചന്ദ്രബോസിനും എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് നിധി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധി കണ്ണിറുക്കി കാണിക്കുകയാണ് ശിവാനിയെ. അപ്പോൾ ശിവാനിക്ക് മനസ്സിലാവുകയാണ്, നിധി എനിക്കിട്ടൊരു മുട്ടം പണി തന്നെയാണല്ലോ തന്നത് എന്ന് ശിവാനി ആ സമയം ചിന്തിക്കുകയാണ്. ഈ സമയം റൂമിലെത്തിയ ശേഷം ജ്യോതിയും ചന്ദ്രബോസും മനസ്സിലാവാതെ ചന്ദ്രബോസ് ജ്യോതിയോട് ചോദിക്കുക, നീ എന്താ ചായ കുടിക്കേണ്ട എന്ന് പറഞ്ഞ്, നീയല്ലേ പറഞ്ഞത് തലവേദനിക്കുന്നു, എനിക്ക് ചായ വേണമെന്നുള്ളത്, പിന്നെ എന്താ നീ അത് കുടിക്കാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു നിധി എന്ന് പറയുമ്പോൾ അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരമോ, അവളെ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചന്ദ്രബോസ് നിധിയുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ ജ്യോതി പറയണ, വേണ്ട, അവൾക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം, ഇപ്പോൾ ഇതൊന്നുമല്ല നമുക്ക് പ്രാധാന്യം, നമുക്ക് വന്ന ലക്ഷ്യം നിറവേറ്റണം, നിങ്ങൾ ഗൗതമിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിധിക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുത്തോളാം, അവൾക്കൊരു മുട്ടം പണി തന്നെയാണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത്.